നവംബർ 10 ഒമാൻ മലയാളം. സുപ്രീം കമ്മിറ്റിയുടെ പുതിയ നിർദ്ദേശമനുസരിച്ച് ഒരു വലിയ ആനുകൂല്യം പ്രവാസികളെ കാത്തിരിക്കുന്നു. വർക്ക് പെർമിറ്റ് എക്സ്പയറിയായി നിൽക്കുന്ന ഫീസ് കൊടുക്കാതെയും പിഴ കൊടുക്കാതെയും ഡിസംബർ 31 രാജ്യം വിട്ടു പോവുകയാണെങ്കിൽ അവർക്ക് കാശൊന്നും ചെലവാക്കേണ്ടി വരുന്നില്ല എന്ന സൂചന പുറത്തു വന്നത് ആഹ്ലാദവും ആശ്വാസവും ജനിപ്പിക്കുന്നതാണ്. നവംബർ 15 മുതൽ ഡിസംബർ 31 വരെയുള്ള കാലയളവിൽ ആ ഒരു 46 ദിവസം കൊണ്ട് ആളുകൾക്ക് രാജ്യം വിട്ടു പോകാം. ഇതുവരെയുള്ള വർക്ക് പെർമിറ്റിന്റെ ഫീസ് കൊടുത്തില്ല എന്ന് കരുതി പുതുക്കിയിട്ടില്ല എന്ന് കരുതി പ്രശ്നമുണ്ടാവില്ല, അതിന്റെ പിഴ കൊടുക്കേണ്ടി വരില്ല എന്ന കാര്യം അറിയിച്ചിട്ടുണ്ട്. അതിന് ചെയ്യേണ്ട ചില പ്രൊസീജിയേഴ്സ്, ആദ്യം ട്രാവൽ ഡോക്യുമെന്റ് ഉണ്ടോ എന്ന കാര്യം നോക്കണം. പാസ്പോർട്ട് ഇല്ലെങ്കിൽ അതാത് എംബസികളിൽ പോയിട്ട് ശരിയാക്കണം. നമുക്ക് ഇന്ത്യൻ എംബസിയിൽ പോയിട്ട് ശരിയാക്കണം. പിന്നീട് എയർപോർട്ടിൽ ഇതിനുമായി ബന്ധപ്പെട്ട ലേബർ ഓഫീസുണ്ട്, അവിടെ പോയിട്ട് ടിക്കറ്റ്, PCR തുടങ്ങിയ കാര്യങ്ങളൊക്കെ കാണിക്കണം. ഇനി ചില കമ്പനികളിൽ നിന്ന് ആനുകൂല്യം കിട്ടാനുള്ളതാണെങ്കിൽ അതിന്റെ എംപ്ലോയർമാർ ആ ഡേറ്റ എന്താണെന്ന് വെച്ചാൽ അത് കൊണ്ടുപോയി കാണിക്കുകയും വേണം. അവർക്കൊന്നും കൊടുക്കാനില്ല എന്ന കാര്യം ബോധ്യപ്പെടുത്താൻ വേണ്ടിയുള്ള ക്ലെയിമുകളൊന്നും ബാക്കി അവശേഷിക്കുന്നില്ല എന്ന കാര്യം ലേബറിന്റെ സിസ്റ്റത്തിൽ ഫയൽ ചെയ്യുകയും വേണം. അങ്ങനെ തൊഴിലാളിക്ഷേമം കൂടി ഉറപ്പുവരുത്തുന്ന വിധത്തിലാണ് ഇക്കാര്യങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. ഒരുതരം പൊതുമാപ്പാണ് ഈ 46 ദിവസത്തേക്ക് കിട്ടിയിരിക്കുന്നത്. അതിന്റെ ആനുകൂല്യം പ്രയോജനപ്പെടുത്താൻ ആളുകൾ മുന്നോട്ട് വരണം എന്നതാണ് സൂചിപ്പിക്കാനുള്ളത്. ഇങ്ങനെയൊക്കെ ആനുകൂല്യം വരുമ്പോഴും നമ്മുടെ നാട്ടിലേക്ക് പോകാൻ വേണ്ടിയുള്ള ടിക്കറ്റ് നിരക്ക് എന്തിനാണ് ഇങ്ങനെ ഇത്രയും, ഏത് സാഹചര്യത്തിലാണ് ഇത്രയും കൂടിക്കൊണ്ടിരിക്കുന്നത്? ഒമാനിൽ നിന്ന് ഇപ്പോൾ കോഴിക്കോട്ടേക്ക് പോകാൻ അല്പം ആശ്വാസം എയർ ഇന്ത്യ എക്സ്പ്രസിൽ ഉണ്ട് എന്നുള്ളതൊഴിച്ചാൽ കണ്ണൂരിലേക്കും തിരുവനന്തപുരത്തേക്കും കൊച്ചിയിലേക്കും വലിയ തുക കൊടുത്ത് പോകേണ്ടി വരുന്ന സാഹചര്യവും ഫ്ലൈറ്റുകൾ ഇല്ലാത്ത ഒരു അടിയന്തര സാഹചര്യവും നേരിടുകയാണ്. ഇതൊക്കെ ഗവൺമെന്റുകൾ ആലോചിച്ചുറപ്പിച്ചിട്ട് ആളുകളുടെ സൗകര്യമനുസരിച്ച് ഫ്ലൈറ്റുകൾ ഇടാനുള്ള സാഹചര്യം ഉണ്ടാക്കണം. ഇന്ത്യയിൽ പൊതുവെ രോഗബാധ കുറഞ്ഞു വരുന്നു. മിക്കവാറും ഇനി ഈ മാസം കഴിഞ്ഞാൽ റെഗുലർ ഫ്ലൈറ്റുകൾ വരുന്നോ എന്ന തോന്നൽ ഉണ്ടാക്കുന്ന വിധത്തിൽ രോഗബാധ കുറയുന്നുവെന്നാണ് റിപ്പോർട്ട്. പക്ഷേ അങ്ങനെ വരുമ്പോൾ വലിയ തുക കൊടുത്ത് 100 റിയാലിനപ്പുറം കൊടുത്ത് വൺ വേക്ക് പോകേണ്ടി വരുന്ന സാഹചര്യത്തെ ഒഴിവാക്കി കിട്ടാൻ വേണ്ടി എല്ലാവരും ഇടപെടേണ്ടത് അത്യാവശ്യമായി വന്നിരിക്കുകയാണ്. ഒമാനിൽ ലാപ്ടോപ്പുകൾ കിട്ടാനില്ല. പൊതുവെ ഒമാനിൽ മാത്രമല്ല പല രാജ്യങ്ങളിലും ഈ സാഹചര്യമുണ്ട്. ഒമാന്റെ ഉപഭോക്തൃ സംരക്ഷണ സമിതി പറയുന്നു എത്രയും വേഗം, പ്രത്യേകിച്ച് അടുത്ത മാസം തന്നെ ലാപ്ടോപ്പ് അടക്കമുള്ള സംവിധാനങ്ങൾ കൂടുതലായി കിട്ടാൻ വേണ്ടിയുള്ള ഒരുക്കങ്ങൾ ചെയ്യും. 200 റിയാലിന് താഴെ ലാപ്ടോപ്പ് വിതരണം ചെയ്യാനുള്ള ഒരുക്കങ്ങൾ ഉണ്ടാക്കി വരും എന്നാണ് പറയുന്നത്. വലിയ ഡിമാൻഡാണ്. ഇപ്പോൾ വീട്ടിലിരുന്ന് വർക്ക് ചെയ്യുന്നു പല ആളുകളും, സ്കൂൾ കുട്ടികളൊക്കെ വീട്ടിലിരുന്നാണ് പഠിക്കുന്നത്. ഈ സാഹചര്യത്തിൽ സ്വാഭാവികമായും ലാപ്ടോപ്പ് കൂടുതൽ വേണ്ടിവരും. നാളെ മുതൽ PCR ഉണ്ടെങ്കിലേ ഒമാനിൽ വന്നിറങ്ങാൻ പറ്റൂ എന്ന കാര്യം അറിഞ്ഞിരിക്കണം. നവംബർ 11 മുതൽ 11 ആ തീയതി നേരത്തെ പ്രഖ്യാപിക്കപ്പെട്ടതാണ്. വന്നിറങ്ങിയിട്ട് PCR എടുക്കണം. പിന്നെ 7 ദിവസം കഴിഞ്ഞ് 8ാം ദിവസം വീണ്ടും PCR എടുക്കണം. അതല്ല എടുത്തില്ലെങ്കിൽ 14 ദിവസം ക്വാറന്റൈനിൽ കഴിയണം. 8ാമത്തെ ദിവസം 2ാമത്തെ PCR എടുത്ത ശേഷം രോഗമൊന്നുമില്ല എന്ന് കണ്ടെത്തിയാൽ അവരുടെ ജോലിക്ക് വേണ്ടി പോകാവുന്നതാണ്. ഇനി PCR എടുക്കാൻ പറ്റിയില്ല എങ്കിൽ 14 ദിവസം ക്വാറന്റൈൻ കഴിയണം എന്ന കാര്യമാണ് ഓർമ്മിപ്പിക്കുന്നത്. 15 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഈ PCR ടെസ്റ്റ് ഒന്നും വേണ്ടതില്ല എന്ന കാര്യവും അറിയിച്ചിട്ടുണ്ട്. നാട്ടിൽ നിന്ന് വരുന്നവർ തരസുദ് ആപ്പ് ഡൗൺലോഡ് ചെയ്യണം, തരസുദ് പ്ലസ്. അതുപോലെ മുഷരിഫ് എന്ന ആപ്ലിക്കേഷനും ഡൗൺലോഡ് ചെയ്തിരിക്കണം എന്നറിയിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ 14 ദിവസം ക്വാറന്റൈൻ കിടക്കേണ്ടി വരുന്നതാണ് പൊതുവെയുള്ള സാഹചര്യം. പക്ഷേ 7ാമത്തെ ദിവസം കഴിഞ്ഞ് 8ാമത്തെ ദിവസം ഈ PCR ടെസ്റ്റ് 2ാമത്തേത് വീണ്ടും എടുത്താൽ അവിടെ വെച്ച് ഒഴിവാക്കും, നെഗറ്റീവാണെങ്കിൽ. പോസിറ്റീവായ ഒരാൾ നാട്ടിൽ നിന്ന് വരികയാണ്, അങ്ങനെയാണെങ്കിൽ പോസിറ്റീവായി അദ്ദേഹത്തിന്റെ ഒരു രോഗമോചനം മുഴുവനുമായിട്ടുണ്ട് എന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കേഷൻ കയ്യിൽ വച്ചിരിക്കുകയും വേണം. ഇന്ന് 6 മരണം ഒമാനിൽ. 1316 ആയിരിക്കുന്നു മൊത്തം മരണസംഖ്യ. 381 ആളുകൾക്ക് രോഗബാധ. 1,18,884 ആയിരിക്കുന്നു മൊത്തം രോഗബാധ. 92% രോഗമോചനമുണ്ടായി. 1,09,330. 28 പേർ ഇന്ന് അഡ്മിറ്റായിട്ടുണ്ട്. 317 പേർ മൊത്തത്തിൽ ആശുപത്രിയിലുണ്ട്. അതിൽ 135 ആളുകൾക്ക് കടുത്ത രോഗപ്രശ്നങ്ങളുണ്ട്, ICUവിലാണെന്ന് അറിയിച്ചിട്ടുണ്ട്.
51,03,61,000 പരം ആളുകൾക്ക് ആഗോളാടിസ്ഥാനത്തിൽ ഈ രോഗബാധ ഉണ്ടായതിൽ ഇപ്പോൾ 94,000 പരം ആളുകൾ ICUവിൽ കഴിയുകയാണ്, ക്രിട്ടിക്കലാണ്. ഇന്ത്യയിൽ ഇന്നലെ 37,000 മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ രോഗബാധ എന്നത് വലിയ ആശ്വാസമാണ്. 50,000, 80,000 ഒക്കെ കഴിഞ്ഞ് 40,000-46,000 വന്നിട്ടാണ് ഇപ്പോൾ 37,000 താഴെയായി വന്നിരിക്കുന്നത്. ഇന്നലെ 451 മരണവും സംഭവിച്ചിട്ടുണ്ട്. ഇന്നലെ ആഗോളാടിസ്ഥാനത്തിൽ 4,85,807 രോഗബാധയും 6,696 മരണവും. അത് ഒരു ദിവസം മുമ്പുള്ള കാര്യം വെച്ച് ആലോചിച്ച് കഴിഞ്ഞാൽ കുറവാണ്. UAEയിൽ നിന്ന് 3 മരണം, ഖത്തറിൽ 1 മരിച്ചു, കുവൈറ്റിൽ 5 പേർ മരിച്ചു, ഒമാനിൽ 6 പേർ മരിച്ചു. നേരത്തെ പറഞ്ഞു 362 പേരാണ് രോഗമോചനം പ്രാപിച്ചിരിക്കുന്നത്. ബഹറിലും 1 മരിച്ചതായി റിപ്പോർട്ട് വന്നിട്ടുണ്ട്. കേരളത്തിൽ 28 മരണം, 6,010 രോഗബാധയും റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. ബീഹാർ തെരഞ്ഞെടുപ്പാണല്ലോ ഇന്ന് വെളുപ്പാങ്കാലം മുതൽ എല്ലാവരുടെയും മനസ്സിൽ. അതുപോലെ വിവിധ സ്റ്റേറ്റുകളിലായിട്ട് 58 ഉപതെരഞ്ഞെടുപ്പ് സീറ്റുകളും. ബീഹാറിൽ ഇപ്പോഴും ചിത്രം വ്യക്തമാകാത്ത വിധത്തിൽ ആടിയാടി നിൽക്കുന്ന അന്തരീക്ഷമുണ്ടെന്ന് തിരിച്ചറിയണം. ആദ്യത്തെ 1.5 മണിക്കൂറിൽ പ്രതിപക്ഷമായ MGB മുന്നേറ്റം തുടർന്നുകൊണ്ട് പോവുകയായിരുന്നു. പിന്നീട് 1.5 മണിക്കൂർ കഴിഞ്ഞ് 2ാമത്തെ മണിക്കൂറിന്റെ അവസാനമാകുമ്പോൾ NDA സഖ്യം BJPയും ജനതാദൾ യുണൈറ്റഡും ചേരുന്ന NDA സഖ്യം ഇപ്പോഴത്തെ ഭരണകക്ഷി അധികാരത്തിൽ എത്തുമെന്ന വ്യക്തമായ സൂചനയിലേക്ക് വന്നു. അതെല്ലാം കഴിഞ്ഞിപ്പോൾ വൈകുന്നേരമാകുമ്പോൾ പറയുന്നത് 120-121 സീറ്റ്, ഏറിയാൽ 122 എന്ന രൂപത്തിൽ BJP സഖ്യം മാറി മറിഞ്ഞ് 120, 121, 122 എന്നിങ്ങനെ നിൽക്കുന്നു. അതേ സ്ഥാനത്ത് 115, 114, 113 എന്ന രൂപത്തിൽ MGB നിൽക്കുന്നുണ്ട്. ഇതിനിടയിൽ എങ്ങും പെടാത്ത ഒരു 8 സ്വതന്ത്രന്മാർ രംഗത്ത് വരാനുള്ള സാധ്യത ഇപ്പോൾ കാണുകയാണ്. അതായത് BJP സഖ്യത്തിൽ NDAയിലുള്ള BJP, ജനതാദൾ യുണൈറ്റഡ്, പിന്നെ 7 സ്വതന്ത്രന്മാർ, അവരെല്ലാവരും കൂടി ചേർന്നിട്ടാണ് ഈ 120ഉം 121ഉം പറഞ്ഞിരിക്കുന്നത്. BJP 73 സീറ്റിൽ. എന്നാൽ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായിട്ട് നിൽക്കാൻ സാധ്യത ഇപ്പോഴും പറയുന്നത് പ്രതിപക്ഷത്തെ RJD തന്നെയാണ്. തേജസ്വി യാദവ് നയിക്കുന്ന RJD 76 സീറ്റുകൾ ജയിക്കുമെന്ന രൂപത്തിൽ ഇപ്പോൾ നിൽക്കുന്നു. 20 സീറ്റേ കോൺഗ്രസിനുള്ളൂ. 11 സീറ്റുകളിൽ CPI-ML വിജയിക്കുമെന്ന് ധാരണ വന്നിരിക്കുന്നത് വലിയ അത്ഭുതമായി മാറിയിരിക്കുന്നു. മറ്റുള്ള 7 പേരും കൂട്ടത്തിലുണ്ട്. ഇതൊന്നും പെടാത്ത ഒരു 8 പേരും 7 പേരും അല്ലെങ്കിൽ 7-8 ആളുകൾ രംഗത്ത് വരുന്നു. അവരായിരിക്കും ഒരുപക്ഷെ നിർണായക ശക്തികളായി മാറാൻ പോകുന്നത്. 2 കൂട്ടരും അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ചിത്രമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മധ്യപ്രദേശിൽ ജ്യോതിരാദിത്യ സിന്ധ്യ BJPയിലേക്ക് പോയതിനു ശേഷമുള്ള ഈ തെരഞ്ഞെടുപ്പിൽ BJPക്ക് അതിഗംഭീരമായ വിജയം ഉറപ്പിക്കുന്ന മട്ടിലാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. 20 സീറ്റുകളിൽ വിജയിച്ച ചിത്രം മുന്നോട്ട് വരുന്നു. വിചാരിച്ച പോലെ കോൺഗ്രസിന് സീറ്റുകൾ കിട്ടിയിട്ടില്ല. ചൗഹാന്റെ സീറ്റ് ഉറപ്പിക്കുന്ന മട്ടിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. നവംബർ 10 ഒമാൻ മലയാളം സ്പെഷ്യൽ അപ്ഡേറ്റ് സമാപിക്കുന്നു. നന്ദി.